അസ്സലാമു അലൈക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സൂറത്തുൽ ഖസസിലെ പ്രധാനമായിട്ട് മൂസ അലൈഹിസ്സലാമിൻ്റെ കഥയാണല്ലോ പറയുന്നത്. അദ്ദേഹം അബദ്ധവശാൽ ഒരാളെ കൊന്നു, നാട്ടിലുള്ള ഈജിപ്തിലുള്ള. അങ്ങനെ അദ്ദേഹത്തിനോട് പലരും ഉപദേശിച്ചു, വേഗം നാട് വിടുക നല്ലത്, ഫിറോവിൻ്റെ ആൾക്കാർ താങ്കളെ തേടി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹം നാട് വിടുകയാണ്. അങ്ങനെ മദയൻ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുകയാണ്. ആ മദയൻ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുമ്പോൾ അദ്ദേഹം കാണുന്നത് സൂറത്തുൽ ഖസസിലെ 23-ാമത്തെ ആയത്ത് തൊട്ട് 26 വരേക്കുള്ള ആയത്തുകൾ വിവരിച്ചൊരു സംഭവമാണ്. അപ്പോൾ അവിടെ വലിയൊരു ജലാശയമാണ്. ആ ജലാശയത്തിൽ പിന്നെ കുറേ ആളുകൾ മുഴുവൻ എന്തുക ചെയ്യുന്നത് പറഞ്ഞാൽ ഈ അവരുടെ ആടുമാടുകൾക്ക് വെള്ളം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂസാ നബി നോക്കുമ്പോൾ 2 പെൺകുട്ടികളുണ്ട് കുറച്ച് അപ്പുറത്ത് മാറി നിൽക്കുന്നത്. അവർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരെ ആടുകൾ ഇങ്ങനെ ഈ വെള്ളം കാണുമ്പോൾ ഉണ്ടല്ലോ ആവേശത്തോട് മുന്നോട്ട് കുതിക്കുക, ഇവരിങ്ങനെ തടഞ്ഞു വെക്കുക. ഖുർആനിൽ ഉപയോഗിച്ച തെളൂദാനി എന്നാണ്. ഇവർ രണ്ടാളും അവരെ തടയാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ മൂസാ അലൈഹി സ്വലാം ഇവരോട് ചോദിച്ചു, അല്ല എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഞങ്ങളുടെ പിതാവ് വളരെ വൃദ്ധനായ ഒരാളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ആണുങ്ങളൊക്കെ വെള്ളം കൊടുത്ത് പോയിട്ടേ ഞങ്ങളുടെ ഈ മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ്. ആ മൂസാ അലൈഹി സ്വലാം എന്താ ചെയ്തത് പറഞ്ഞാൽ ആ ആടുകളുടെ കയറിങ്ങോട്ട് വാങ്ങിയിട്ട് നേരെ പോയിട്ട് ആ വെള്ളം കുടിപ്പിച്ചു. ഇവരോട് തിരിച്ച് ആടുമാടുകളെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം ഒരു തണലിൽ അവിടെ ഇരുന്നു എന്നുള്ളതാണ്. ഞാൻ ആ ആയത്തുകൾ മുഴുവൻ പറയാൻ നമുക്ക് ഒരുപാട് സമയം വേണ്ടി അതുകൊണ്ടാട്ടോ അതിലേക്ക് കടക്കാത്തത്. അപ്പോൾ അവസാനം എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടികളിൽ ഒരാൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, താങ്കൾ ഞങ്ങൾക്ക് ചെയ്ത് എന്ന സേവനങ്ങൾക്ക് പ്രതിഫലം നൽകാൻ ഞങ്ങളുടെ ഉപ്പ താങ്കളെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് മൂസാ നബീനെ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. അവിടെ എത്തി മൂസാ നബി എന്ത് ചെയ്താണ് ഇതുവരെ നടന്ന സംഭവങ്ങൾ മുഴുവൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുന്നത് നജൗത മിൻ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ജനങ്ങളിൽ നിന്നും താങ്കൾ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പെൺകുട്ടി, അത് മാത്രമാട്ടോ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ, ആ പെൺകുട്ടി പിതാവിനോട് പറയാൻ മൂസാ നബിനെ കാണിച്ചുകൊണ്ട് പറയാണ്, കാലത്ത് അവൾ പറഞ്ഞു, ആലോചിക്കണം 2500 വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 2500 വർഷങ്ങൾക്ക് മുമ്പ് ഒരു യുവതി തൻ്റെ പിതാവിനോട് പറയുന്ന വാക്കാണ്. കാലത്ത് അവൾ പറഞ്ഞു, ഇഹ്ദാഹുമ, ആ 2 പെൺകുട്ടിയുടെ കൂട്ടത്തിൽ ഒരുത്തി പറഞ്ഞു, യാ അബത്തി, ഞങ്ങളുടെ ഉപ്പ, പ്രിയപ്പെട്ട വാപ്പ, ഇസ്തൈജിർഹു, താങ്കൾ അദ്ദേഹത്തെ ജോലിക്ക് നിർത്ത്, ആടിനെ മേക്കാൻ ജോലിക്ക് നിർത്താൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് അവർ ഇയാളുടെ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ഇന്ന ഖൈറ മനിസ്തൈജിർത അൽ കവിയുൽ അമീൻ, താങ്കളെ ജോലിക്ക് നിശ്ചയിക്കുന്ന ആളുണ്ടല്ലോ, കവിയാണ്, അമീനാണ്. അതാണ് സത്യത്തിൽ നമ്മളെപ്പോഴും ഒരു ജോലിക്കൊരാളെ വെക്കുമ്പം നമ്മൾ മാനദണ്ഡമായിട്ട് സ്വീകരിക്കേണ്ടതാണ്. ഒരു അധ്യാപക ജോലിക്കാണെങ്കിൽ അയാൾക്ക് ക്ലാസ് എടുക്കാൻ കഴിയുമോ, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടോ എന്നൊക്കെ നോക്കുക. പക്ഷെ അയാൾ രണ്ടാമത് പറയുന്നതാണ് അമീനും ആയിരിക്കണം. അപ്പോൾ ഈ പെൺകുട്ടിക്ക് എങ്ങനെ മൂസാ നബി ആയിട്ട് കുറഞ്ഞ നേരത്തെ പരിചയം കൊണ്ട് മൂസാ നബി കവിയാണെന്ന് മനസ്സിലായത് എങ്ങനെയറിയാം? എനിക്ക് അന്യനാട്ടിൽ നിന്ന് വന്നൊരു പുരുഷൻ, അവിടെയുള്ള പുരുഷന്മാരെ ഒന്നായിട്ട് അവരെ മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന സമയത്ത് തിക്കി തിരക്കിക്കൊണ്ട് അവരെയൊക്കെ മാറ്റിയിട്ട് ഈ പെൺകുട്ടികളുടെ മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശക്തിയാണ് അവിടെ കാണുന്നത്, കവിയാണ്. നബി അങ്ങനത്തെ ഒരാളായിരുന്നു. അപ്പോൾ അത് ഒന്നാമത്തെ പാഠം. അപ്പോൾ അത് കണ്ടിട്ടാണ് ഈ പെൺകുട്ടി പറയുന്നത് എന്താണ്, അദ്ദേഹം കഴിവുള്ള ആളാണ്. രണ്ടാമത്തത് എന്താന്ന് പറഞ്ഞാൽ അമീനാണ്. എന്താ അമീൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തൻ എന്ന് പറയാൻ കാരണം, ഈ പെൺകുട്ടികളെ സഹായിച്ച അദ്ദേഹം അവരായിട്ട് ശൃംഖരിക്കാനൊന്നും പോയില്ല. അദ്ദേഹം നേരെ മരത്തിൻ്റെ തണലിലേക്ക് ഇരുന്നിട്ട്, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫക്കീർ, പടച്ചവനെ നീ എന്തെങ്കിലും എനിക്ക് ഇറക്കിക്കൊണ്ടതിന് മാത്രം ഞാൻ ഫക്കീറാണ്. കാരണം ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, അത്രയും ദരിദ്രനാണ് ഞാൻ ഈ സമയത്ത്, എനിക്ക് എന്തേ സഹായം ചെയ്തുകൊണ്ടാന്ന് പ്രാർത്ഥിച്ച് അവിടെ ഇരിക്കുക മാത്രമാണ് മൂസാ അലൈഹി സ്വലാം ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത് മനസ്സിലാക്കേണ്ടത് എന്താണ്,
ഞാൻ പറയുന്നത് ഈ ഖുർആന്റെ പ്രധാനമായിട്ട് ഈ ജി ഡി ട്രസ്റ്റിന്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഖുർആന്റെ ഗവേഷണമാണ്. ശരിക്കും തദബ്ബുറാണ്. തദബ്ബുർ നടത്തുക എന്നുള്ള അനിവാര്യമാണ്. എന്താ വെച്ചാൽ അതിൻ്റെ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും എതിരല്ലാത്ത അത്ഭുതകരമായ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് ചെറിയൊരു ഉദാഹരണം മാത്രമാണ്. സാധാരണഗതിയിൽ ഇതൊക്കെ നിങ്ങളെല്ലാവരും ഓതിപ്പോയിട്ടുണ്ടാവും, ആരും ശ്രദ്ധിച്ചിട്ടില്ല എന്നെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.